അഡ്വക്കേറ്റ് ജിസ്മോളും രണ്ട് കുട്ടികളും ആത്മഹത്യത്തിന് പിന്നിൽ നിരന്തരമായ ഗാർഹിക പീഡനമാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. UK-യിലുള്ള പിതാവ് തോമസും സഹോദരനും വന്നതിനു ശേഷം പോലീസിൽ പരാതി കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള നിയമ മരിച്ച ലേഡിയാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വന്നിട്ടില്ലായിരുന്നു. എനിക്ക് പരാതിയായിട്ട് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സൂയിസൈഡ് തടയാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വളരെ കോൺഫിഡൻറ്റോടുകൂടി സംസാരിക്കും. രണ്ട് കുട്ടികളാണ്, ജിസ്മോൾ കൊല്ലുക ചെയ്തത് അവരെ. രണ്ട് കൊലപാതകവും ഒരു ആത്മഹത്യയാണ് ഇപ്പോൾ സംഭവിച്ചത്. രണ്ട് കൊലപാതകവും. ജിസ്മോൾ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നേക്കുന്നത് അമ്മ ലിസി തോമസ്, അച്ഛൻ PK തോമസ്. അച്ഛൻ UK-യിലാണ്, രണ്ട് ബ്രദറുണ്ട്, അവരും UK-യിലൊക്കെയാണ്. ഓക്കെ, അമ്മ നേരത്തെ ആക്സിഡന്റിലാണ് മരിച്ചത്. അതിനുശേഷമാണ് ഈ പറയുന്ന കൊച്ചു കൊച്ചു പ്രവർത്തനവും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഈ പറയുന്ന ജിസ്മോള് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നതും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത്. പിന്നെ കല്യാണത്തിന് ശേഷം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഹൈക്കോർട്ട് അഭിഭാഷകൻ കൂടെ ആയിരുന്നു കേട്ടോ അവർ. 34 വയസ്സേ ഉള്ളവർക്ക്, രണ്ട് കുഞ്ഞുങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കി, രണ്ട് കുഞ്ഞുങ്ങൾ. അപ്പോൾ വേലക്കാരി വീട്ടിൽ വന്ന സമയത്ത് ഇവർ കുളിക്കാനും കണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പറയുകയും ചെയ്തു, ചേച്ചി ഇന്ന് വേണ്ട പൊക്കോ എന്ന് പറയുകയും ചെയ്തു. പിന്നെ ഹസ്ബൻഡും അമ്മയ്ക്കൊരു അസുഖമുണ്ട് കേട്ടോ, ആ അമ്മയായിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന അച്ഛനെ വിളിച്ചിട്ട് ജിസ്മോൾ പറയുകയും ചെയ്തു, ഞാൻ ഇന്ന പോലെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി പോവാന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്തെടുത്ത് ഹസ്ബൻഡിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ വന്നപ്പോഴാണ് ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തത്. അദ്ദേഹം വീട്ടിൽ വന്ന സമയത്ത് എന്താണ്, ഇവരെ കാണുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. രണ്ട് ഫാമിലിയും റിച്ച് ഫാമിലിയാണ്. റിച്ച് ഫാമിലി എന്ന് വെച്ചാൽ നല്ല പൈസ ഒക്കെ ഉള്ളൊരു ടീംസാണ്. അപ്പോൾ UK-യിലാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, രണ്ട് ബ്രദർ UK-യിലാണ്, അച്ഛൻ UK-യിലാണ്. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ ഇതിന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ പറയുന്ന ഹസ്ബൻഡിന്റെ ബസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഫാമിലി ഇഷ്യൂസ്, അതായത് സാധാരണപ്പെട്ട വീട്ടിലെ ഒരു വഴക്കം കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ കാണും. പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ചെന്ന് നോക്കിയാൽ മതി, സാധാരണ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കും കൂടുതൽ. ഈ റിച്ച് ആയിട്ടുള്ള ഫാമിലിയുടെ ഒന്നും കേസും കാര്യങ്ങളൊന്നും അങ്ങനെ കാണാറില്ല. കാരണം അഭിമാന പ്രശ്നം, കുടുംബ പ്രശ്നം അങ്ങനെ നോക്കിയിട്ട്, കാരണം സ്റ്റേഷനിൽ വന്നിരിക്കുന്നു, അറിയാലോ കൂടുതൽ ഈ സ്റ്റേഷനിൽ വരുന്നത് പാവങ്ങളും ലോക്കൽ ടീംസും അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതിനിടയ്ക്ക് ഇത്രയും വലിയ ടീംസിൻ്റെ ഒക്കെ പ്രശ്നം തന്നെ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ പരിഹരിക്കണം ഞാൻ പറയാൻ തന്നെ അറിയാമല്ലോ. ചിലപ്പം വെളി നിർത്തിയായിരിക്കും സംസാരിക്കുന്നത്, 10 ആൾക്കാർ കേൾപ്പിച്ചായിരിക്കും ആൾ കളിക്കാൻ നോക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പം പരമാവധി ഈ വലിയ ഫാമിലിയുടെ വിഷയങ്ങളൊന്നും സ്റ്റേഷനിൽ എത്താറില്ല. ഇപ്പൊ ഈ സ്റ്റേഷനിൽ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ കേസ് എടുത്ത് നോക്കിയാലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പാവങ്ങളുടെ കേസ് കേട്ടാണ്. ഓക്കെ, എൻ്റെ പൊന്നു ചേച്ചി എന്താ പറയണ്ടേ, ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ, ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോകണം. ഇവിടെ ഞങ്ങളുടെ കുടുംബ മഹിമയോ അല്ല പണത്തിന്റെ മഹിമയോ ഒന്നും നോക്കിയിരിക്കരുത്. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പം ജിസ്മോളും രണ്ട് കുട്ടികളാണ്. ജിസ്മോൾ കൊല്ലുക ചെയ്തത് അവരെ. രണ്ട് കൊലപാതകവും ഒരു ആത്മഹത്യയാണ് ഇപ്പൊ സംഭവിച്ചത്. രണ്ട് കൊലപാതകവും ഒരു ആത്മഹത്യയും അല്ലേ. അപ്പം ഈ പറയുന്ന ഇവരെ കാണാനിടയായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മീനച്ചിൽ ആറ്റില ഒരു ബോഡി ഇങ്ങനെ ഒഴുകി പോകുന്നു, ഒരു സാധനം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഒരു മനുഷ്യൻ വണ്ടി ഓടിച്ചിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് എന്തോ ഒഴുകി പോകുന്നത്. അവർ പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴാണ് ഇവരെ പൊക്കിയെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇളയ മോടെ ഇത് ബോഡി പൊങ്ങുന്നത്. മൂത്ത ആളിനെ മുങ്ങിയെടുക്കുമായിരുന്നു ചെയ്തത്. മാത്രമല്ല അവരുടെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഭർത്താവിൻ്റെ വീട്ടിലെ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ് അവർ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ പോലീസ് വന്ന് വീട്ടിൽ നോക്കിയ സമയത്ത് ഇവരുടെ കൈയുടെ ഇത് കട്ട് ചെയ്തിട്ട് എൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വിഷം കലക്കി വെച്ചേക്കുന്നതും പിന്നെ ഫാനിൽ കെട്ടി തൂങ്ങാൻ ശ്രമിച്ചതിൻ്റെ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നലെ ഒരു പോലീസുകാരൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആദ്യം വൈറലായത്. അപ്പോൾ പിന്നെ എല്ലാ ആൾക്കാരും മീഡിയക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ വെക്കാം. അദ്ദേഹത്തിനും അതുപോലെയുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങളുള്ള അവരുടെയൊക്കെ മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. സത്യം പറഞ്ഞാൽ ഈ കാലത്തും ഇങ്ങനൊരു പോലീസുകാരനെ കാണാൻ പറ്റിയത് തന്നെ ഒരു വലിയ കാര്യം തന്നെ, ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ഓക്കെ, അപ്പം ഇത്രയും, അതായത് പണവും എല്ലാ കാര്യവും ഉണ്ട്, സമാധാനം അതില്ലാത്ത ഒരു കാര്യത്തിലാണ് അവർ ചെയ്തു കൂട്ടിയത്. എന്തായാലും ഭർത്താവിൻ്റെ വീട്ടിനെതിരെ കേസും കാര്യങ്ങളായിട്ട് ഇവരുടെ ഫാമിലിയൊക്കെ ഇറങ്ങിത്തിരിക്കാൻ പോവാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സഭ്യ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജിസ്മോളെ ആ തരത്തിൽ ചെയ്യേണ്ട ഒരു സാഹചര്യമുള്ള ഒരാളല്ല ജിസ്മോളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിനെ അതുപോലെ ഉലച്ച എന്തെങ്കിലും സംഭവം ഈ അടുത്തൊരു സമയത്ത് ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടാണല്ലോ ഈ 3 തരത്തിലുള്ള അറ്റംപ്റ്റ് ഉണ്ടായെന്നാണല്ലോ നമ്മളിപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ മനസ്സിനെ അത് വളരെ വല്ലാതെ വേദനിപ്പിച്ച എന്തെങ്കിലും ഒരു സംഭവം. നിങ്ങളെ സംബന്ധിച്ച് ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ള ഒരാളല്ലേ? ഒരിക്കലും അല്ല. നമ്മളുമായിട്ട് പെരുമാറുമ്പോൾ വളരെ സന്തോഷവും വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ആളാണ്.
അതന്നെ എല്ലാവരുടെയും ചോദ്യം, എന്താണ് കാരണം എന്നുള്ള സംശയങ്ങളാണ്. കാരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം വെച്ചാൽ കുടുംബ പ്രശ്നം ഒക്കെയാണ് ഇപ്പം വെളിയിൽ വരുന്നത്. പല പല കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത്. നമ്മൾ ഇതെല്ലാം പറഞ്ഞു കേട്ടുള്ള അറിവാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നമില്ലാതെ ആ കുട്ടി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമില്ലാതെ മരിക്കാൻ വേണ്ടി തന്നെ പല അറ്റംപ്റ്റ് നടത്തി, എന്നിട്ടും ആണ് ലാസ്റ്റ് പേരൂരാറ്റിൽ പോയി കുഞ്ഞുങ്ങളെ ആയിട്ട് ചാടുന്നത്. അപ്പം അതുപോലെ ഹർട്ട് ചെയ്താൽ, അതുപോലെ ഒത്തുകൊണ്ടുണ്ടാക്കിയ സംഭവം ആ വീട് ഉണ്ടായിട്ടുണ്ടെന്നുള്ള 100% ഉറപ്പാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത്രയും ബോൾഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അല്ലെ പോൾഡായ ഒരാൾ ആത്മഹത്യ, സാമ്പത്തിക പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും അവർക്കില്ല, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. അവരുടെ ഫാമിലി, അച്ഛനും ഒക്കെ, അമ്മ മരിച്ചു പോയെങ്കിലും അച്ഛനുമായിട്ട് നല്ല, ആങ്ങളമാരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളാണ്. അച്ഛന്റെ കല്യാണത്തിനൊക്കെയും ഇവരുടെ മുൻകൈ എടുത്തിരുന്നു കുട്ടി മുൻകൈ എടുത്തിരുന്നു. പക്ഷെ അവരുടെ കല്യാണം കഴിച്ചു വിട്ട ഫാമിലി എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ നിഗമനം. ഈ ലാസ്റ്റ് വിളിച്ചപ്പോ എന്താ പറഞ്ഞത്? താങ്കളെ വിളിച്ചു എന്ന് പറഞ്ഞു. വിളിച്ചു എന്ന് പറഞ്ഞാൽ എന്നൊക്കെ ഈ മുത്തോലിയിൽ SBIയിൽ ലീഗൽ അഡ്വൈസറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പാനൽ, ബാങ്കിന്റെ. അപ്പോൾ ആ പാനലിൽ കിട്ടണമെങ്കിൽ അവർ തിരുവനന്തപുരത്ത് നിന്ന് പറയണം. അപ്പം നമ്മുടെ പാർട്ടിയുടെ സംവിധാനം വെച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ രഞ്ജിത്ത് ചേട്ടാ എന്ന് ചോദിച്ചാണ് എന്നെ വിളിച്ചിരുന്നത്. സഹോദരനെ പോലെയാണ്. തീർച്ചയായിട്ടും സഹോദരനെ പോലെയായിരുന്നു. കാരണം ജിസ്മോൾ നല്ലൊരു ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അവരുടെ. ഭയങ്കര എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ടതും, പിന്നെ അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലും ചങ്കുറ്റത്തോടെ സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ഇത് കാണിക്കുന്ന ആ ഒരു പെൺകുട്ടി ഇത് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ ഇത്രയും ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ തളർത്താൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കാം, മക്കളായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ആ വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരിൽ നിന്ന് ഓരോ കാര്യങ്ങളും പെരുമാറ്റാൻ രീതികളൊക്കെ വരുമ്പോൾ ചിലവർക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടായിരിക്കും, ചിലവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. ആ കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു? ഇപ്പോൾ എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കെട്ടുകണക്കിന് പണം ഉണ്ടായിട്ടും സമാധാനമില്ല. അവരുടെ ഒരു ഇതിന് വേണ്ടി പോയി ചാടി ആ കുഞ്ഞുങ്ങളെ കൊണ്ടു. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഷൈനിയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ ഷൈനി 2 മക്കളും എടുത്ത് ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മിക്ക കമൻറ്റ് ബോക്സിൽ കാണുന്നത് ഇനി അടുത്ത് നിങ്ങൾ പറയാൻ പോകുന്നത് ഞങ്ങളുടെയൊക്കെ കഥകളായിരിക്കുമെന്ന്. ഇതൊക്കെ ഇപ്പം ഈ ആത്മഹത്യ ഒക്കെ ചെയ്യുമ്പം ചില ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമായിട്ട് വരുന്നുണ്ട്, ചില ആൾക്കാർക്ക്. എന്നിട്ട് ഓരോരുത്തരും വന്നിട്ട് ഈ കമൻറ്റും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട്. എന്താ കാരണം ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതാണ് സൊല്യൂഷൻ. ചിലർ ഇനി അടുത്ത് വായിക്കാൻ പോകുന്നത് ഞങ്ങളുടെ കഥകളായിരിക്കും നിങ്ങളൊക്കെ, അങ്ങനെ രീതിയിലൊക്കെ പല കമൻസും വരുന്ന കാണാറുണ്ട്. ഞാൻ പല ചാനലുകളിലും വരാറുണ്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, കോട്ടയത്താണ് ഈ 2 സംഭവം ഉണ്ടായത്, കോട്ടയത്ത് തന്നെ. അപ്പം ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച്, എന്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ അവൾ കൊന്നു? അത് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഓക്കെ, ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നോക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല, അങ്ങനൊരു ചിന്താഗതി ചിലപ്പം കാണുമായിരിക്കാം. ആ ഭർത്താവിന് ഇനി വേറെ വല്ലതും ബന്ധമുണ്ടോ? അതും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അവർക്കെതിരെ കേസും നടപടിയായിട്ട് ഫാമിലി രംഗത്തിറങ്ങും എന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് പോലീസ് സ്റ്റേഷനിലെ കാര്യത്തിലോട്ടൊന്ന് പോവാം. അവിടുത്തെ സാറ് സംസാരിക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ചാർജ് എടുത്തിട്ട് 9 മാസമായി. ഇവിടെ ഏറ്റവും കൂടുതൽ രാത്രികളിലെല്ലാം കോൾ വന്നിരുന്ന വീട്ടിൽ ഉപദ്രവമാണ്, സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ മക്കളെ ഉപദ്രവിക്കുന്നു, മദ്യവെച്ചുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ വന്നിരുന്നത്. അപ്പം അതിൽ നിന്നൊരു വ്യത്യാസം സ്റ്റേഷനിൽ ഉണ്ടാകണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത്തരം പരാതികളായിട്ട് വരുന്ന സ്ത്രീകളെ ഞങ്ങൾ എൻ്റെ അകത്ത് ഈ ഭർത്താക്കന്മാരെയും വിളിപ്പിച്ച് ഇവിടെ കൃത്യമായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇതെങ്ങനെ കുറയ്ക്കാമെന്നതിനെക്കുറിച്ച് ഞങ്ങളിവിടെ ബുക്ക് വെക്കാൻ തുടങ്ങിയിട്ട് എല്ലാവരെയും ഇതുപോലെ മദ്യപിച്ച് വരുന്ന ആൾക്കാരെ ഒപ്പിടിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നൊരു 300ഓളം ബുക്കുകൾ ഇവിടെ നിലവിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ റണ്ണിങ്ങിലുള്ള ബുക്കുകളാണ്. ഇവരെല്ലാം കൃത്യമായിട്ട് ഒപ്പിടുന്നതുകൊണ്ടാണ് നമുക്ക് വളരെയേറെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവർ മദ്യപാനം നിർത്തിയില്ലെങ്കിൽ ഉപദ്രവം നിർത്തി എന്ന് സ്ത്രീകൾ പറയുന്നിടം വരെയാണ് ഒപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നലെ പോസ്റ്റ് ഇടാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സമാനമായ 2 സംഭവങ്ങളാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്. അപ്പം ഇവരാരും തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വന്നിട്ടില്ല. ഷൈനി അവർ വരില്ല. ഞാൻ പറഞ്ഞില്ല, ഈ പണമുള്ളവരങ്ങനെ പോയി ചെയ്യാറില്ല. അഭിമാനം ഓർത്തിട്ട് ഒരു മനുഷ്യരും ചെയ്യാറില്ല. ഇപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്, വഴക്കിടുന്ന കുട്ടികളുണ്ട്, സംസാരിക്കാറുണ്ട്. നമ്മളൊക്കെ വഴക്കിടുമ്പം എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോഴൊക്കെ ഞാൻ ഇച്ചിരി മുറുക്കെ സംസാരിക്കും. പോലീസ് സ്റ്റേഷനിൽ നിന്നെ വിളിച്ച് കയറ്റിക്കുക, ഞാൻ നിന്നെ കംപ്ലൈൻറ്റ് കൊടുക്കും, നീ കണ്ടോടാന്ന് പറയും. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവരെന്ത് ചെയ്യും? ഞാൻ എല്ലാം കഴിയുമ്പോൾ തള്ളേ നിങ്ങൾ എന്നെ സ്റ്റേഷനിൽ കയറ്റുമോ? ഞങ്ങളുടെ ഒരു പോട ബന്ധമാണ്. ഇപ്പം എനിക്ക് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതേ വിളിച്ചിട്ടൊന്നും ആവശ്യമില്ലാതെ കമൻറ്റിടല്ലേ. അപ്പം അമ്മ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മോനെ അതൊക്കെ ഞങ്ങൾ പറയത്തല്ലേ ഉള്ളൂ, നമുക്ക് ചില അഭിമാനമൊക്കെ ഇല്ലേ, പറയും. അതങ്ങനെയാണ്. ചില ആൾക്കാർ ഈ അഭിമാനവും കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അവിടെ ഇരുന്നാല ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ സംഭവിക്കും. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. എൻ്റെ പൊന്നു ചേച്ചിമാർ, ഇത് കാണുന്ന ചേച്ചിമാരാണെങ്കിലും അമ്മമാരാണെങ്കിലും നിങ്ങളുടെ വിഷമം എന്തുണ്ടെങ്കിലാണെങ്കിൽ പോലും
ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകും, നിങ്ങൾ ധൈര്യമായിട്ട് പോകും. ആണെങ്കിലും ഇപ്പം ഇന്നലെ മരിച്ച ലേഡി ആണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വന്നിട്ടില്ലായിരുന്നു. എനിക്ക് പരാതിയായിട്ട് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സൂയിസൈഡ് തടയാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വളരെ കോൺഫിഡൻറ്റോടുകൂടി സംസാരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇരിക്കുന്നതെല്ലാം ഇത് വന്നില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം ഓരോ ഈ ബുക്കുകളെല്ലാം ഓരോ സൂയിസൈഡ് ആയിരുന്നേനെ, ലേഡീസിൻ്റെ സൂയിസൈഡ് ആയിരുന്നേനെ. ഇപ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുക. തീർച്ചയായിട്ടും ഞങ്ങളതിനൊരു പരിഹാരം ഉണ്ടാക്കി, നിയമപരമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കി തരും. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. പോലീസ് സ്റ്റേഷനിൽ വരുന്നതിന് യാതൊരുവിധ ഭയവും ഉണ്ടാകേണ്ട കാര്യമില്ല. മറ്റ് സർക്കാർ ഓഫീസുകൾ പോകുന്ന പോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്കും വന്ന് കാര്യങ്ങൾ പറയാനുള്ള ഒരു സംവിധാനമുണ്ട്. അതിന് PR സിസ്റ്റമൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ. ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് ഈ ഷൈനിയുടെ കുഞ്ഞുങ്ങളുടെ മൃതശരീരം കണ്ടപ്പോൾ എനിക്ക് അന്ന് റെയിൽവേ ട്രാക്കിൽ നിന്ന് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ ആ ഡെഡ് ബോഡി എടുത്ത് ഇൻക്വസ്റ്റ് നടത്താൻ വേണ്ടി ആ ടേബിളിൽ കൊണ്ടുപോയി കിടത്തിയപ്പോഴത്തേക്ക് ആ കുട്ടികളുടെ ശരീരം കണ്ടപ്പോഴത്തേക്ക് എനിക്കുണ്ടായ ഒരു വൈകാരികമായ ഒരു അവസ്ഥയുടെ ഭാഗമാണ് ഞാൻ FB പോസ്റ്റ് ഇടാൻ കാരണം. കൂടാതെ തന്നെ ഇന്നലെ സമാനമായ സംഭവങ്ങളുണ്ടായി. ഇപ്പം എനിക്കും 2 പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ആ പോസ്റ്റിനുള്ള സാഹചര്യം. അതാണ് ഇതിനോട് പറയുന്നത്. ആർക്കും ധൈര്യമായി വീട്ടമ്മമാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലീസിനെ സമീപിക്കാം. തീർച്ചയായിട്ടും അത് അവർ ഈ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഈ ഉപദ്രവത്തിൻ്റെ എക്സ്ട്രീം ലെവലാണെങ്കിൽ മാത്രമേ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടത്തുള്ളൂ. എന്തോ പേടി പോലെയാണ്. സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും ഈ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തോ അവർക്ക് ഭയം പോലെയാണ്. അതിൻ്റെ കാര്യമില്ല. അപ്പോൾ ഇവരൊക്കെ തന്നെ എല്ലാം മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരാണ്, പാവപ്പെട്ട ആൾക്കാരാണ് വന്നേക്കുന്നത്. അവരൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറി വരുന്ന കാര്യങ്ങൾ പറയുന്നു, നമ്മളതിന് പരിഹാരം ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് മറ്റ് പേടിയുടെ ആവശ്യങ്ങളൊന്നുമില്ല. കയറി വരുന്നതിന് പേടിയുടെ ആവശ്യങ്ങളൊന്നുമില്ല. നിലവിൽ ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം പണ്ടൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ സ്ത്രീകൾക്ക് പേടിയൊക്കെ ഉണ്ടാവും. ചില അമ്മാവന്മാരുടെ സംസാരവും രീതികളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ. ഇപ്പോൾ ധൈര്യമായിട്ട് മുന്നിട്ട് ഇറങ്ങിത്തിരിക്കാൻ 2025 നമ്മുടെ വേലക്കാരാണ് ഈ പറയുന്ന ഗവൺമെൻറ് ആണെങ്കിലും ഇവരാണെങ്കിലും നമുക്ക് വേണ്ടി നിൽക്കുന്നതാണ്. പറഞ്ഞു മനസ്സിലായോ? അത് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് ധൈര്യമായിട്ട് എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടും തുറന്നു പറയണം. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലാണെങ്കിൽ. ഇല്ലെങ്കിൽ നീതിക്ക് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉണ്ട്, നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതൊക്കെ ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങിയാൽ മാത്രം മതി. ദേവി ചെയ്തിട്ട് ഇതൊരു സൊല്യൂഷൻ അല്ല. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന എനിക്കാണെങ്കിൽ ഇരുന്ന് പറയാൻ പറ്റും ഇതൊക്കെ ഒരു സൊല്യൂഷനൊന്നും അല്ല, ഈ ആത്മഹത്യ അതാണ് മറ്റാണെന്നൊക്കെ പറയും. അനുഭവം പറയുന്നവർക്ക് ആ ബുദ്ധിമുട്ട് അറിയാം. ചില വഴികളിലൂടെ നമ്മളും പോയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെയാണ്, ലൈഫാകുമ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, എന്തായാലും വേറൊരു ന്യൂസ് ഉണ്ട്, അതും കൂടെ ഞാനിവിടെ വെച്ച് തരാം. അഡ്വക്കേറ്റ് ജിസ്മോളും 2 കുട്ടികളും ആത്മഹത്യത്തിന് പിന്നിൽ നിരന്തരമായ ഗാർഹിക പീഡനമാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. UK-യിലുള്ള പിതാവ് തോമസും സഹോദരനും വന്നതിന് ശേഷം പോലീസിൽ പരാതി കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നതെന്ന് വാർഡ് മെമ്പർ NK ശശികുമാർ പറഞ്ഞു. അവളുടെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ ഇപ്പോഴാണ് അവളുടെ അച്ഛനെന്ന നിലയിൽ തോമസ് ഞങ്ങളെ UK-യിൽ നിന്ന് വിളിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോഴാണ് ഞങ്ങളോട് പറയുന്നത്. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനു മുമ്പ് ഉണ്ടായ വിഷയങ്ങളൊക്കെ പറയുകയും ചെയ്തു. അതോടൊപ്പം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവരുടെ ഫോൺ വർക്കിംഗ് ഇല്ലായിരുന്നു. ഫോൺ അവൻ ഭർത്താവ് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ട് കിട്ടുന്നത്. ശരിക്കും ഒരു ഗാർഹിക പീഡനം തന്നെ അവിടെ നടന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ലെങ്കിൽ ഇത്തരം തന്നയുടെ ഉള്ളൊരു പെൺകുട്ടിയാണ് അവളത് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മുമ്പും പലതവണ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ബന്ധുക്കൾ ഇടപെട്ട് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം ഉണ്ടാക്കിയിരുന്നു. ഭർത്താവും ഭർത്തൃമാതാവും ചേർന്നാണ് ജിസ്മോളെ ഉപദ്രവിച്ചിരുന്നതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സംഭവ ദിവസം ജിസ്മോൾ പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഫാനിൽ തൂങ്ങിയെങ്കിലും ഫാൻ ഇളകിപ്പോന്നു. പിന്നീട് കൈയുടെ ഞരമ്പ് മുറിച്ചു. കുട്ടികളെ ടോയ്ലറ്റ് ലോഷൻ കുടിപ്പിച്ചിരുന്നു. ഇതിനുശേഷമാണ് അയർക്കുന്നത്ത് സ്കൂട്ടറിൽ കുട്ടികളെയും കൂട്ടിയെത്തി ആറ്റിൽ ചാടിയത്. ഭർത്താവ് കാരത്ത് ആശുപത്രിയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. സംസ്കാരം ശനിയാഴ്ച 2:30 ചെറുകരപ്പള്ളിയിൽ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. സംസ്കാരം ശനിയാഴ്ചയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ആ കുട്ടികളെ കൊണ്ട് ലോഷനൊക്കെ കുടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് അത്രയ്ക്കും എന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അവരുടെ ലൈഫിൽ. പിന്നെ ഫാനിൽ കെട്ടി തൂങ്ങാൻ ശ്രമിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങൾ 1ഉം 2ഉം വെട്ടമല്ല അവരിത് ചെയ്തത്. അപ്പോൾ അവരുടെ ഫോൺ പരിശോധിക്കണം, അവരുടെ ഫോൺ ചെക്ക് ചെയ്യണം. അവർ കോൺടാക്ട് ചെയ്യുന്ന ചാറ്റ് കാര്യങ്ങൾ, പിന്നെ ഹസ്ബൻഡിൻ്റെ ഫോണൊന്ന് ചെക്ക് ചെയ്യണം. അദ്ദേഹത്തിന് ഏതെങ്കിലും മറ്റ് സ്ത്രീകളായിട്ട് എന്തെങ്കിലും ബന്ധമോ കാര്യങ്ങളോ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കണം. പിന്നെ അതുപോലെ ഇരുത്തി ഒന്ന് ചോദിച്ചാൽ അങ്ങനെ മണി പോലെ കാര്യം പറയും. അത് നോർമലായിട്ട് അങ്ങ് പറയണം. എന്തായാലും ഫാമിലി ഇവർക്കെതിരെ കേസും കാര്യങ്ങളായിട്ടൊക്കെ പോകാൻ പോവാണ്. ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ കിട്ടി എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇതൊരു സൊല്യൂഷനാണോ?
ഈ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങൾ പറയാം. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ബൈ, ലവ് യു ഓൾ. എന്തായാലും ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.